ഗൈസ്, ഇതൊരു കഥയല്ല, ജീവിതാ. നമുക്കൊന്ന് ഓർത്തു പോലും നോക്കാൻ പറ്റാത്തൊരു ജീവിതകഥ. ദേ, ഇവരുടെ ജീവിതകഥ. ഇതുപോലെ ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ എന്നും കാണലുണ്ട്. ഇവിടാണ് അവരുടെ താമസം, ഈ വീടും ഇവിടെ കാണുന്ന ആളുകളും. ഇത്ര മാത്രമുള്ള അവരുടെ ലോകം. ഈ കാണുന്ന മക്കൾ സ്കൂളിൽ പോണില്ല. ഇവരുടെ കയ്യിൽ പേനയോ പെൻസിലോ വാട്ടർ ബോട്ടിലോ തുടങ്ങി ഒന്നും തന്നെ ഇല്ല. ആകെ ഉള്ളത് കുറേ സ്വപ്നങ്ങളാ. നടക്കുമെന്ന് പോലും അറിയാത്ത കുറേ സ്വപ്നങ്ങൾ. നാട്ടിലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ ചിലർക്കത് സ്വപ്നം കൂടി കാണാൻ പറ്റാത്ത ഒന്നാണ്. ഈ കാണുന്ന മോന് 3 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞനിയനെ നോക്കലാണ് ഈ ചേച്ചീൻ്റെ ഇപ്പോഴത്തെ പ്രധാന ജോലി. പിന്നെ ചൂല് വിൽപ്പനയാണ് പ്രധാന വരുമാന മാർഗം. ഇതാണ് ഇവരുടെ വീട്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജോ ടിവിയോ വാഷിംഗ് മെഷീനോ തുടങ്ങി ഒന്നും കാണാൻ പറ്റൂല. ഇട്ടുമാറാൻ ഒരു നല്ല ഡ്രസ്സോ ആഡംബര വണ്ടിയോ അലങ്കാര വസ്തുക്കളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇവർ ഹാപ്പിയാണ്. നമുക്കിതൊക്കെ ഉണ്ടായിട്ടും 1000 കുറ്റങ്ങളല്ലേ. എത്ര നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിലും പുറത്തു പോകുമ്പോൾ ഡ്രസ്സില്ല, വീടിന് ഭംഗിയില്ല, മൊബൈലിന് ക്ലാരിറ്റി ഇല്ല, ഇനി പുതിയ മോഡൽ കാറില്ല, ഷൂസ് ഇല്ല, വാച്ചില്ല തുടങ്ങി 1000 പോരായ്മകളാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇതൊന്നും ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ നമുക്ക് ചുറ്റും. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തവര്. അതുകൊണ്ട് തന്നെ ഒന്ന് ഓർക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. ഈ സൗഭാഗ്യം തന്നതിന് ദൈവത്തോട് നന്ദി പറയാം. കൂടെ നമ്മുടെ അച്ഛനമ്മമാർക്കും. അവരല്ലേ നമ്മളിങ്ങനെ ആക്കിയേ.